Hi all, welcome to Wings to Win Education. ഫസ്റ്റ് വൺ ദി എർച്ച്വർത്ത് ഡ്യുവോപോളി മോഡൽ. എർച്ച്വർത്ത് എങ്ങനെയാണ് ഡ്യുവോപോളി മോഡൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ളതെന്ന് നോക്കാം. എർച്ച്വർത്ത് ഡെവലപ്ഡ് ഈസ് മോഡൽ ഓഫ് ഡ്യുവോപോളി ഇൻ 1897. 1897 ആര് ഡ്യുവോപോളി മോഡൽ ഡെവലപ്പ് ചെയ്യുന്നത്? എർച്ച്വർത്ത് ഡ്യുവോപോളി മോഡൽ ഡെവലപ്പ് ചെയ്യുന്നത്. Edgeworth's model follow Bertrand's assumption that each seller assumes his rival's price instead of his output to remain constant. എർച്ച്വർത്തിന്റെ മോഡല് ബെർട്രൻഡ് മോഡലിന്റെ അസംഷൻ എന്താണോ അത് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അതായത് എഡ്ജ്വർത്ത് മോഡലിലുള്ള ഓരോ ഫേമും എന്താണ് അസ്യൂം ചെയ്യുന്നത്? തങ്ങളുടെ റൈവൽ ഫേം എന്ത് ചെയ്യും? അവരുടെ പ്രൈസ് കോൺസ്റ്റന്റ് ആക്കി നിലനിർത്തും എന്നുള്ള ഒരു അസംഷനിലാണ് ആര് മോഡൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്? എഡ്ജ്വർത്ത് മോഡൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അതേസമയം ഔട്ട്പുട്ടിനെ കുറിച്ച് യാതൊരു വിധത്തിലുമുള്ള അസംഷൻ അവർ എടുക്കുന്നില്ല. അവരെടുക്കുന്ന അസംഷൻ എന്ന് പറയുന്നത് റൈവൽ ഫേം എന്ത് ചെയ്യും? അവരുടെ റൈവൽ ഫേംസിന്റെ പ്രൈസ് എപ്പോഴും കോൺസ്റ്റന്റ് ആക്കി നിലനിർത്തും എന്നുള്ള അസംഷനാണ് ആരെടുക്കുന്നത്? എഡ്ജ്വർത്ത് മുന്നോട്ട് വെക്കുന്നത്. ദെൻ ഇസ് മോഡൽ ഈസ് ഇല്ലുസ്ട്രേറ്റഡ് ഇൻ ദി ഫിഗർ. ഈ ഒരു ഫിഗറിൽ കാണുന്ന മോഡലാണ് ആരുടെ മോഡല്? നമ്മുടെ എഡ്ജ്വർത്തിന്റെ ഡ്യുവോപോളി മോഡൽ എന്ന് പറയുന്നത്. ഇനി ഗ്രാഫിക്കൽ അനാലിസിസിനെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് പരിചയപ്പെടാം. In this figure, we have supposed that there are two sellers A and B in the market who face identical demand curves. Identical demand curve ഫേസ് ചെയ്യുന്ന A and B എന്ന് പറയുന്ന ടു ഡ്യുവോപോളി മാർക്കറ്റുകളാണ്. ഒരു ഡ്യുവോപോളി മാർക്കറ്റാണ് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത്, നമ്മുടെ മാർക്കറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. മാർക്കറ്റിൽ ടു സെല്ലേഴ്സേ ഉള്ളൂ. ഏതൊക്കെയാണ്? A and B. A has its demand curve DDB. DDB എന്ന് പറയുന്ന ഡിമാൻഡ് കർവ് എക്കും DDA എന്ന് പറയുന്ന ഡിമാൻഡ് കർവ് ഫേം എക്കും DDB എന്ന് പറയുന്ന ഡിമാൻഡ് കർവ് ഫേം ബിക്കുമാണ് ഉള്ളത്. Then let us also assume that seller A has a maximum capacity of output OM. Seller A എന്താണ്? മാക്സിമം കപ്പാസിറ്റി OM ആണ് സെൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഫേം എയുടെ മാക്സിമം കപ്പാസിറ്റി എന്ന് പറയുന്നത് OM ലെവലാണ്. ദെൻ ബി ഹാസ് എ മാക്സിമം ഔട്ട്പുട്ട് കപ്പാസിറ്റി ഓഫ് OM ഡാഷ്. ഈ OM ഡാഷ് ആണ് ആരുടെ മാക്സിമം കപ്പാസിറ്റി? ഫേം ബിയുടെ മാക്സിമം കപ്പാസിറ്റി എന്ന് പറയുന്നത്. To explain Edgeworth model, let us assume to begin with that A is the only seller in the market. ആദ്യം നമ്മൾ അസ്യൂം ചെയ്യുന്നത് ഒരു മൊണോപോളിസ്റ്റ് മാർക്കറ്റാണ്. അതായത് ആദ്യം ബിഗിനിങ്ങിൽ ഫേം എ എന്ന് പറയുന്ന ഒരു സെല്ലർ മാത്രമേ മാർക്കറ്റിൽ നിലനിൽക്കുന്നുള്ളൂ. ആ സമയത്ത് എന്താണ് ഇതിന്റെ സിറ്റുവേഷൻ എന്ന് നോക്കാം. Following the profit maximizing rule of a monopoly seller, he sells OQ and charges a price OP2. അതായത് നമുക്കറിയാം ആദ്യം എ എന്ന് പറയുന്ന ഒരു സെല്ലർ മാത്രമേ മാർക്കറ്റിൽ ഉള്ളൂ. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യും? OQ എന്ന് പറയുന്ന ഔട്ട്പുട്ട് അദ്ദേഹം മാക്സിമം പ്രൈസിൽ OP2 എന്ന് പറയുന്ന ഈ പ്രൈസിൽ സെയിൽ നടത്തുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കും. അതായത് OQ2 എന്ന് പറയുന്ന ചെറിയ ഔട്ട്പുട്ട് ഹയർ പ്രൈസിൽ, OP2 എന്ന് പറയുന്ന ഹയർ പ്രൈസിൽ മൊണോപോളിസ്റ്റ് സെല്ലർ ആയിട്ടുള്ള എ പ്രൊഡ്യൂസ് ചെയ്ത് സെയിൽ നടത്തും. ഇസ് മൊണോപോളി പ്രോഫിറ്റ് അണ്ടർ സീറോ കോസ്റ്റ്. അദ്ദേഹം ഫേസ് ചെയ്യുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് സീറോ കോസ്റ്റ് ആണ്. അദ്ദേഹത്തിന് ഒരു തരത്തിലുള്ള കോസ്റ്റും ഇൻകർ ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. അതായത് നമ്മൾ അസ്യൂം ചെയ്യുന്നത് സീറോ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്നുള്ളതാണ്. ദെൻ ആ ഒരു സമയത്ത് സീറോ പ്രൊഡക്ഷൻ കോസ്റ്റും OP2 എന്ന് പറയുന്ന പ്രൈസിൽ OQ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ടുമാണ് അദ്ദേഹം സെയിൽ നടത്തുന്നത്. ആ സമയത്ത് അദ്ദേഹത്തിന്റെ മൊണോപോളി പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്തിന് തുല്യമായിരിക്കും? P2 EQ എന്ന് പറയുന്ന ഈ ഒരു രണ്ട് റെക്ടാങ്കിളിന് തുല്യമായിരിക്കും. P2 EQ എന്ന് പറയുന്ന ഈ ഏരിയക്ക് തുല്യമായിരിക്കും. Now let B enter the market. ഈ ഒരു സമയത്ത് OQ എന്ന് പറയുന്ന ഔട്ട്പുട്ട് OP2 എന്ന് പറയുന്ന പ്രൈസിൽ ഫേം എ സെയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്താണ് ആര് മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യുന്നത്? ഫേം ബി മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ ഒരു മൊണോപോളിസ്റ്റ് എന്നുള്ള ഒരു നിലയിൽ നിന്നും അദ്ദേഹം എന്തിലേക്ക് മാറി? ആ ഒരു മാർക്കറ്റ് ഡ്യുവോപോളിസ്റ്റ് എന്നുള്ള ഒരു മാർക്കറ്റിലേക്ക് മാറി. B assumes that he will not change his price since he is making maximum profit. അദ്ദേഹം ഈ ബി എന്ന് പറയുന്ന ഫേം ഈ ഒരു മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ എന്താണ് അസ്യൂം ചെയ്യുന്നത്? മാർക്കറ്റിൽ നിലനിൽക്കുന്ന എ എന്ന ഫേം അദ്ദേഹത്തിന്റെ പ്രൈസ്, അദ്ദേഹം നിലവിൽ ചാർജ് ചെയ്യുന്ന പ്രൈസ് ആയിട്ടുള്ള OP2 തന്നെയാണ് അദ്ദേഹം സെയിൽ നടത്തുക. അതുകൊണ്ട് തന്നെ OP2 എന്ന് പറയുന്ന പ്രൈസിന് യാതൊരു വിധത്തിലുള്ള മാറ്റവും വരില്ല എന്നാണ് ആര് ചിന്തിക്കുന്നത്? ഫേം ബി മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് ചിന്തിക്കുന്നത്. He sets his price slightly below A's price and is able to sell his total output.
അദ്ദേഹം എന്ത് ചെയ്യും, ഈ OP2 താഴെയുള്ള ഏതെങ്കിലും ഒരു ചെറിയ പ്രൈസ്, ഈ OP2 താഴെയുള്ള ഏതെങ്കിലും ഒരു പ്രൈസ് ചാർജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരിക്കും. പിന്നെ ആരുടെ ശ്രദ്ധ? ഫേം എയുടെ ശ്രദ്ധ. കാരണം ഫേം ബി എന്ന് പറയുന്ന ഒരാൾ മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഫേം എ എന്താണ് വിചാരിക്കുന്നത്? OP2 എന്ന് പറയുന്ന പ്രൈസിലായിരിക്കും ആര് സെയിൽ നടത്തുന്നത്? ബി സെയിൽ നടത്തുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യേണ്ടതുണ്ട്? പ്രൈസ് കുറയ്ക്കേണ്ടതുണ്ടെന്ന് ആര് ചിന്തിക്കും? ഫേം എ ചിന്തിക്കും. അതുകൊണ്ട് തന്നെ അദ്ദേഹം OP2 എന്ന് പറയുന്ന പ്രൈസിന് താഴെയുള്ള ഏതെങ്കിലും പ്രൈസ് ആയിരിക്കും അദ്ദേഹത്തിൻ്റെ പ്രോഡക്റ്റിന് വേണ്ടിയിട്ട് ചാർജ് ചെയ്യുന്നത്. At this price, he captures a substantial part of A's market. അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്ത് ചെയ്യും? അദ്ദേഹത്തിന് നല്ലൊരു പ്രൈസ്, സോറി ഇവിടെ ഈ ബി അല്ല, എ അല്ല, ബി ആണ് പ്രൈസ് ചേഞ്ച് ചെയ്യുന്നത്. സോറി, വെരി സോറി. OP2 എന്ന് പറയുന്ന താഴെയുള്ള പ്രൈസിന് ആരാണ്? ബി എന്ന് പറയുന്ന മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യുന്ന ആ ഒരു ഫേം, ബി ആണല്ലോ മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യുന്നത്. ആ ഒരു ഫേമാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ പ്രൈസിൽ മാറ്റം വരുത്തുന്നത്. OP2 എന്ന പ്രൈസ് ആര് ചാർജ് ചെയ്യുന്നു? എ ചാർജ് ചെയ്യുന്നു. അതുകൊണ്ട് അതിന് താഴെയുള്ള ഒരു പ്രൈസ് ചാർജ് ചെയ്താൽ എന്ത് ചെയ്യാം? ആ ഒരു എക്ക് കിട്ടുന്ന മാർക്കറ്റ് ഷെയർ കൂടുതൽ നമുക്ക് ബി എന്ന് പറയുന്ന ഫേമിലേക്ക് കൊണ്ടുവരാം എന്നുള്ളൊരു അസംഷനിലാണ് ആര് P2 താഴെ പ്രൈസ് ചാർജ് ചെയ്യുന്നത്? ഫേം ബി P2 താഴെ പ്രൈസ് ചാർജ് ചെയ്യുന്നത്. സെല്ലർ എ ഓൺ ദി അതർ ഹാൻഡ് ഹിസ് സെയിൽസ് ഹാവ് ഗോൺ ഡൗൺ. അതുകൊണ്ട് തന്നെ അപ്പം ബി എൻ്റർ ചെയ്തു, OP2 താഴെയുള്ള ഒരു പ്രൈസ് ബി ചാർജ് ചെയ്തു. ആ സമയത്ത് സ്വാഭാവികമായും എന്ത് സംഭവിക്കും? മാർക്കറ്റിൽ ഫേം എയുടെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ മാർക്കറ്റ് എന്ത് ചെയ്യും? കുറയും അല്ലേ? അവരുടെ എയുടെ കസ്റ്റമേഴ്സ് കൂടുതലും എങ്ങോട്ട് പോകും? പൊതുവെ താരതമ്യേന കുറഞ്ഞ പ്രൈസ് ചാർജ് ചെയ്തിട്ടുള്ള ഫേം ബിയിലേക്ക് പോകും. ഇൻ ഓർഡർ ടു റീഗെയിൻ ഇസ് മാർക്കറ്റ് എസ് സെറ്റ്സ് ഹിസ് പ്രൈസ് സ്ലൈറ്റ്ലി ബിലോ ബീസ് പ്രൈസ്. അതുകൊണ്ട് വീണ്ടും അവരുടെ ആ ഒരു മാർക്കറ്റിനെ ഗെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എ എന്ത് സ്ട്രാറ്റജിയാണ് യൂസ് ചെയ്യുന്നത്? ഈ ഫേം ബി ചാർജ് ചെയ്തിട്ടുള്ള പ്രൈസിനേക്കാൾ താഴെയായിട്ടുള്ള ഒരു പ്രൈസ് ആര് ചാർജ് ചെയ്യും? ഫേം എ ചാർജ് ചെയ്യും. ദി പ്രൈസ് വാർ ടേക്സ് ദി ഫോം ഓഫ് പ്രൈസ് കട്ടിംഗ് വിച്ച് കണ്ടിന്യൂസ് അണ്ടിൽ പ്രൈസ് റീച്ചസ് OP1. അതായത് പിന്നെ അങ്ങോട്ട് നടക്കുന്നത് ഒരു പ്രൈസ് വാർ തന്നെയായിരിക്കും. വീണ്ടും ബി പ്രൈസ് കുറക്കും, വീണ്ടും എ പ്രൈസ് കുറക്കും. അങ്ങനെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു കണ്ടിന്യൂഷൻ ഏതുവരെ നടക്കും? OP1 എന്ന് പറയുന്ന പ്രൈസ് വരെ എന്ത് ചെയ്യും? ഈ ഒരു പ്രൈസ് കട്ടിങ് അല്ലെങ്കിൽ ഈ ഒരു പ്രൈസ് വാറ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അറ്റ് ദിസ് പ്രൈസ്, which price? OP1. At OP1 price, both A and B are able to sell their entire output. A sells OQ and B sells OQ. The price OP1 could therefore be expected to be stable. അപ്പം ഈ ഒരു പ്രൈസിൽ എന്ത് ചെയ്യും? എ എന്ന് പറയുന്ന ഫേമും ബി എന്ന് പറയുന്ന ഫേമും എന്ത് ചെയ്യും? അവരുടെ എല്ലാ ഔട്ട്പുട്ടും പ്രൊഡ്യൂസ് ചെയ്തിട്ട് സെയിൽ നടത്തും. കാരണം ഈ ഒരു താഴെയുള്ള OP എന്ന് പറയുന്ന പ്രൈസിൽ എയുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത് OM ആണ്. ആ OM എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊഡ്യൂസ് ചെയ്തിട്ട് സെയിൽ നടത്തുന്നുണ്ട്. BO OM ഡാഷ് എന്ന് പറയുന്ന ഔട്ട്പുട്ട് OP1 എന്ന് പറയുന്ന പ്രൈസിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ട് എന്ത് നടത്തുന്നുണ്ട്? സെയിൽ നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ ഒരു പ്രൈസ് എന്ന് പറയുന്നത് സ്റ്റേബിൾ ആണ്. But according to Edgeworth, price OP1 should not be stable. പക്ഷേ Edgeworth പറയുന്നത് ഈ OP1 എന്നുള്ള പ്രൈസ് ഒരിക്കലും സ്റ്റേബിൾ അല്ല. സിമ്പിൾ റീസൺ ഈസ് ദാറ്റ് once price OP is set in the market, the seller observe an interesting fact. ഇനി OP എന്ന് പറയുന്ന പ്രൈസ് ആണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതായത് OP1 എന്ന് പറയുന്ന പ്രൈസ് ആണ് ആര് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്? മാർക്കറ്റിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ട് അവിടെ നടക്കും. അതെന്താണ്? ദിസ് ഈസ് each seller realize that his rival is selling his entire output and he will therefore not change his price. എന്ത് ചെയ്യും? ആ ഒരു പ്രൈസിൽ അവർ രണ്ട് ഫേമും അങ്ങോട്ടും ഇങ്ങോട്ടും വിചാരിക്കുന്നത് എന്താണ്? അവരുടെ റൈവൽ ഫേം അവരുടെ മാക്സിമം കപ്പാസിറ്റിയും സെയിൽസ് നടത്തി കഴിഞ്ഞിട്ടുണ്ടാവും. അത് കാരണം എന്ത് ചെയ്യും? അവർ ആ ഒരു അസംഷനിലാണ് പിന്നീട് മുന്നോട്ട് പോവുക. അപ്പം ഈ ഒരു മാക്സിമം ഔട്ട്പുട്ടും സെയിൽ നടത്തി കഴിഞ്ഞിരിക്കും OP1 എന്ന് പറയുന്ന പ്രൈസിൽ. അതുകൊണ്ട് തന്നെ പിന്നെ എന്തിന് അവിടെ ചാൻസ് ഇല്ല? വേറൊരു പ്രൈസ് കട്ടിങ്ങിന് അവിടെ ചാൻസ് ഇല്ല. ആൻഡ് ഈച്ച് സെല്ലർ തിങ്സ് ദാറ്റ് ഹി ക്യാൻ റൈസ് ഹിസ് പ്രൈസ് ടു OP2 ആൻഡ് ക്യാൻ മേക്ക് പ്യുവർ പ്രോഫിറ്റ്. ആ സമയത്ത് ആ ഒരു അൺസോൾഡ് ആയിട്ട് നിലനിൽക്കുന്ന പ്രോഡക്റ്റ് ആരുടെ അടുത്താണോ ഉള്ളത്, ആ ഒരു ഫേമിനെ എന്ത് ചെയ്യാം? വീണ്ടും പ്രൈസ് OP2യിലേക്ക് ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു ചാൻസ് അവിടെ നിലനിൽക്കുന്നുണ്ട്. അതാണ് ഈ ഒരു OP1 എന്ന് പറയുന്ന പ്രൈസ് സ്റ്റേബിൾ അല്ല എന്ന് പറയുന്നത്.
This realization forms the basis of their action and reaction. അവരുടെ ആക്ഷൻ്റെയും റിയാക്ഷൻ്റെയും ബേസിസിലാണ് ഇത്തരം റിയലൈസേഷനെ അവിടെ ഫോം ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾസ്, ലെറ്റ് സെല്ലർ എ ടേക്ക് ദി ഇനീഷ്യേറ്റീവ് ആൻഡ് റൈസ് ഹിസ് പ്രൈസ് ടു OP2. എന്ന് പറയുന്ന ഫേം അവരുടെ പ്രൈസ് OP1 നിന്നും OP2ലേക്ക് ഇൻക്രീസ് ചെയ്യാണ്. അസ്യൂമിങ് A to retain his price OP2. B find that if he raises his price at a level slightly below OP2, he can sell his entire output at a higher price and make greater profit. Therefore, B rises his price according to his plan. അതുകൊണ്ട് എന്ത് ചെയ്യും? B എന്ന് പറയുന്ന ഫേം അതിന് മുകളിൽ ഒരു പ്രൈസ് ഫിക്സ് ചെയ്യാൻ നോക്കും. കാരണം ആ ഒരു പ്രൈസിൽ എയുടെ എല്ലാതും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള ഒരു അസംഷനിലാണ് അത്തരം എല്ലാ ഔട്ട്പുട്ടും ഫേം എ സെയിൽസ് നടത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു പ്രൈസ് കട്ടിങ്ങിന് അവിടെ ചാൻസ് ഇല്ല എന്ന് വരുമ്പോൾ ഫേം ബിയും എന്ത് ചെയ്യും? അവരുടെ പ്ലാൻ മാറ്റിയിട്ട് പ്രൈസ് ഹൈക്ക് ചെയ്തുകൊണ്ട്. Now, it is A's turn to know the situation and react. A finds that its price is higher than B's price and its total sale has fallen. Therefore, assuming B to retain his price, A reduce his price slightly below B's price. A പിന്നെ എന്താണ് അസ്യൂം ചെയ്യുന്നത്? എയുടെ പ്രൈസ് ബിയുടെ പ്രൈസിനേക്കാൾ കൂടുതലാണ്. അതുകൊണ്ട് വീണ്ടും പ്രൈസ് കുറയ്ക്കേണ്ടതുണ്ടെന്ന് ആര് ചിന്തിക്കും? ഫേം എ ചിന്തിക്കും. Thus, the price war between A and B begins once again. അതുകൊണ്ട് തന്നെ വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു പ്രൈസ് വാർ അവിടെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കും. ദിസ് പ്രോസസ് കണ്ടിന്യൂസ് ഇൻഡിഫിനിറ്റ്ലി ആൻഡ് പ്രൈസ് കീപ്സ് മൂവിങ് അപ്പ് ആൻഡ് ഡൗൺ ബിറ്റ്വീൻ OP1 ആൻഡ് OP2. ഈ ഒരു പ്രോസസ്സ് അവിടെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രൈസ് ഒരു സ്റ്റേബിൾ OP1 എന്ന് പറയുന്ന പ്രൈസ് സ്റ്റേബിൾ പ്രൈസ് ആണെന്ന് ഒരിക്കലും പറയാനാവില്ല. OP1 എന്ന് പറയുന്ന പ്രൈസിനും OP2 എന്ന് പറയുന്ന പ്രൈസിനും ഇടയിൽ ഈ ഒരു ഡ്യൂപോളിസിന്റെ പ്രൈസ് മാറിക്കൊണ്ടേയിരിക്കാമെന്നാണ് ആര് പറയുന്നത്? എഡ്ജ്വർത്ത് പറയുന്നത്. Then next മോഡലാണ് ചാംബർലിൻസ് ഡ്യൂപോളി മോഡൽ. ചാംബർലിൻ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഡ്യൂപോളി മോഡൽ. ചാംബർലിൻസ് മോഡൽ ഓഫ് ഡ്യൂപോളി റെക്കഗ്നൈസ്ഡ് ഇന്റർഡിപെൻഡൻസ് ഓഫ് ഫേംസ് ഇൻ സച്ച് എ മാർക്കറ്റ്. ചാംബർലിൻ്റെ മോഡൽ എന്തുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? അവർ ഇന്റർഡിപെൻഡൻസിനെ അവർ റിയലൈസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. രണ്ട് ഫേംസ് ആണെങ്കിൽ ഡ്യൂപോളി മാർക്കറ്റിൽ 2 ഫേംസ് ആയിരിക്കും. ആ 2 ഫേംസും എന്ത് ചെയ്യുന്നുണ്ട്? തങ്ങളുടെ റൈവലിൻ്റെ ഡിസിഷൻ തങ്ങളെ ബാധിക്കുന്നുണ്ട് എന്നുള്ള ഒരു റെക്കഗ്നൈസേഷൻ അവർക്ക് രണ്ടുപേർക്കും ഇടയിൽ ഉണ്ടായിരിക്കും. Chamberlain argues that in the real world of oligopoly, firms are not so native that they will not learn from the past experience. അപ്പം ചാംബർലിൻ ആർഗ്യൂ ചെയ്യുന്നത് എന്താണ്? ദി റിയൽ വേൾഡ് ഓഫ് ഒലിഗോപോളിയിൽ റിയൽ വേൾഡിൽ ഫേംസ് ആർ നോട്ട് സോ നാറ്റീവ്. ഫേംസ് എന്തല്ല? നാറ്റീവ് അല്ല. അതുകൊണ്ട് തന്നെ ദേ വിൽ നോട്ട് ലേൺ. ദാറ്റ് മീൻസ് ദേ വിൽ നോട്ട് ലേൺ ഫ്രം ദി പാസ്റ്റ് എക്സ്പീരിയൻസ്. However, he makes the same assumption as the exponents of old classical models have done. അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്താണ്? ആ ഒരു ക്ലാസിക്കൽ മോഡൽസ് നൽകിയിട്ടുള്ള അസംഷൻ്റെ ഒരു എക്സ്പോണൻ്റ് ആണ് എന്ത്? ഈ ഒരു ചാംബർലിൻ്റെ ഈ ഒരു അസംഷൻ എന്ന് നമുക്ക് പറയാം. ഇൻ അതർ വേർഡ്സ്, ഹിസ് മോഡൽ ഈസ് ഓൾസോ ബേസ്ഡ് ഓൺ ദി അസംഷൻ ഓഫ് ഹോമോജീനിയസ് പ്രോഡക്ട്സ്. ഹോമോജീനിയസ് പ്രോഡക്ട്സ് ആണ് അദ്ദേഹത്തിൻ്റെ ഒരു അസംഷൻ. ഫേംസ് ഓഫ് ഈക്വൽ സൈസ് വിത്ത് ഐഡൻറ്റിക്കൽ കോസ്റ്റ്. ഐഡൻറ്റിക്കൽ കോസ്റ്റ് ഉള്ള ഈക്വൽ ഫേംസ് ആണ്, ഈക്വൽ സൈസ് ഉള്ള ഫേംസ് ആണ് മാർക്കറ്റിൽ നിലനിൽക്കുന്നത്. ദെൻ നോ എൻട്രി ബൈ ന്യൂ ഫേംസ്. ന്യൂ ഫേംസിന് എന്തില്ല? എൻട്രി എളുപ്പമല്ല. ആൻഡ് ഫുൾ നോളജ് ഓഫ് ഡിമാൻഡ്. ഡിമാൻഡിനെ കുറിച്ചുള്ള ഫുൾ നോളജ് ആർക്കുണ്ടായിരിക്കും? ആ ഒരു മാർക്കറ്റിൽ ഉണ്ടായിരിക്കും. ഇതാണ് ആരുടെ അസംഷൻസ്? നമ്മുടെ ചാംബർലിൻ്റെ അസംഷൻസ്. Recognition of interdependence of firms in an oligopolistic market given as a result quite different from that Cournot. Cournot മോഡലിൻ്റെ ഒരു ഒലിഗോപോളിസ്റ്റിക് മാർക്കറ്റിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു റിസൾട്ടാണ് ഏതിന് കിട്ടിയിട്ടുള്ളത്? ഈ ഒരു ചാംബർലിൻ്റെ ഡ്യൂപോളി മോഡലിന് കിട്ടിയിട്ടുള്ളത്. ബിക്കോസ് ഓഫ് ദി റെക്കഗ്നീഷൻ ഓഫ് ഇന്റർഡിപെൻഡൻസ്. ചാംബർലിൻ ആർഗ്യൂസ് ദാറ്റ് ഫേംസ് ആർ അവെയർ ഓഫ് ദി ഫാക്ട് ദാറ്റ് ദെയർ ഔട്ട്പുട്ട് ഓർ പ്രൈസ് ഡിസിഷൻ വിൽ ഡെഫിനറ്റ്ലി ഇൻവൈറ്റ് റിയാക്ഷൻസ് ഓഫ് അതർ ഫേംസ്. ചാംബർലിൻ എന്തിനു വേണ്ടിയിട്ടാണ് ആർഗ്യൂ ചെയ്യുന്നത്? ആ ഒരു ഫേം അവരുടെ എന്തിനെക്കുറിച്ച് അവെയർ ആയിരിക്കും? അവരുടെ റിയാക്ഷൻസിനെ കുറിച്ചും അതർ ഫേംസിൻ്റെ റിയാക്ഷനെ കുറിച്ചും അവരുടെ പ്രൈസ് ഡിസിഷനെ കുറിച്ചും ഔട്ട്പുട്ട് ഡിസിഷനെ കുറിച്ചുമെല്ലാം ഒരു ഫേം അവെയർ ആയിരിക്കും എന്നുള്ളതാണ് ആര് പറയുന്നത്? ചാംബർലിൻ പറയുന്നത്. അതുകൊണ്ടാണ് ചാംബർലിൻ എന്തിനു വേണ്ടിയിട്ട് ആർഗ്യൂ ചെയ്യുന്നത്? ഇന്റർഡിപെൻഡൻസിനെ അവർ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിനെ ആർഗ്യൂ ചെയ്യുന്നത്. Therefore, he goes not visualize any price war in oligopolistic market. അതുകൊണ്ട് തന്നെ എന്ത് കാണാൻ പറ്റില്ല? ഒരു ഒലിഗോപോളിസ്റ്റിക് മാർക്കറ്റിൽ ചാംബർലിൻ്റെ മോഡൽ പ്രകാരം ഒരു പ്രൈസ് വാർ കാണാനാവില്ല.
He also ruled out the possibility of firms adjusting their outputs over a period of time and thus reaching the equilibrium at an output level lower than that would be reached under monopoly. അതായത് ഒരു മൊണോപോളിക്ക് താഴെ ലെവലിലുള്ള ഒരു ഔട്ട്പുട്ട് ഇക്വിലിബ്രിയവും എവിടെ അച്ചീവ് ചെയ്യില്ല നമ്മുടെ ഈ ഒരു ഡിയോപോളിസി മാർക്കറ്റിൽ അല്ലെങ്കിൽ ഒലിഗോപോളിസി മാർക്കറ്റിൽ അച്ചീവ് ചെയ്യാൻ സാധ്യതയില്ല. കാരണം ഈ ഒരു പ്രൈസ് വാർ അവിടെ നിലനിൽക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ. According to Chamberlain, recognition of possible sharp reactions to an oligopolistic firm's price or output manipulations would avoid harmful competition amongst the firms in such a market and would result in a stable industry equilibrium with the monopoly price and monopoly output. ഈ ഒരു ചാമ്പർലിൻ പറയുന്നത് എന്താണ്? അവരുടെ റിയാക്ഷന് ഒലിഗോപോളിസ്റ്റിക് ഫേംസിന്റെ ഔട്ട്പുട്ടിലും പ്രൈസിന്റെയും മാനിപ്പുലേഷൻസിൽ എന്തെങ്കിലും അപാകതകൾ സംഭവിച്ചാൽ അത് എന്തായിരിക്കും? റൈവൽ ഫേംസിന് അത് ഹാംഫുൾ ആയിട്ട് ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ എന്തായിരിക്കും? അവിടെ അത്രയും അലേർട്ടായിട്ടായിരിക്കും അവിടെ നിലനിൽക്കുന്നത്. ഹി ഫർദർ സ്റ്റേറ്റഡ് ദാറ്റ് നോ കൊലൂഷൻ ഈസ് റിക്വയർഡ് ഫോർ ഒബ്റ്റൈൻഡ് ദിസ് സൊല്യൂഷൻ. ഒരു കൊലൂഷൻ അവിടെ നിലനിൽക്കുന്നില്ല, ഒരു കൊലൂസീവ് ആയിട്ടുള്ള ഒരു കൊലൂഷൻ അവിടെ നിലനിൽക്കുന്നില്ല. എഗ്രിമെന്റ് ബേസ് ആയിട്ടുള്ള ഒന്നും തന്നെ എവിടെ നിലനിൽക്കുന്നില്ല? ഒരു ഒലിഗോപോളിസ്റ്റിക് മാർക്കറ്റിൽ നിലനിൽക്കുന്നില്ല. ഇൻ കേസ് ഫേംസ് ഇൻ ആൻ ഒലിഗോപോളിസ്റ്റിക് മാർക്കറ്റ് ആർ അവെയർ ഓഫ് ദെയർ mutual dependence and willing to learn from their past experience, then in order to maximize their individual and joint profit they will charge the monopoly price. അവരുടെ ഒലിഗോപോളിസ്റ്റിക് മാർക്കറ്റിൽ അവരുടെ മ്യൂച്വൽ ഡിപ്പെൻഡൻസിനെ അവർ കൺസിഡർ ചെയ്യുന്നത് കൊണ്ട് തന്നെ അവരെന്ത് കൺസിഡർ ചെയ്യുന്നുണ്ട്. മാത്രമല്ല അവരുടെ പാസ്റ്റ് എക്സ്പീരിയൻസിൽ നിന്നും അവർ ലേൺ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? മൊണോപോളി പ്രൈസ് ഫിക്സ് ചെയ്തിട്ട് മാക്സിമം ഇൻഡിവിജ്വൽ പ്രോഫിറ്റും ജോയിന്റ് പ്രോഫിറ്റും അവർക്ക് മാക്സിമത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. ദെൻ ചാമ്പർലിൻസ് മോഡൽ ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് ഇൻ ദി ഫ്രെയിംവർക്ക് ഓഫ് എ ഡിയോപോളി മാർക്കറ്റ്. ഒരു ഡിയോപോളി ഫ്രെയിംവർക്കിലാണ് നമ്മൾ ചാമ്പർലിൻ്റെ മോഡലിനെ എക്സ്പ്ലെയിൻ ചെയ്യും. Chamberlain's could not assume linear demand for the product. പ്രോഡക്റ്റിന് എന്താണ്? DQ എന്ന് പറയുന്ന ഈ ഒരു ലീനിയർ ഡിമാൻഡ് കർവ് ആണ് ഉള്ളത്. For simplicity, we assume that even in this case, the cost of producing the good is zero. Production cost എന്ന് പറയുന്നത് എന്താണ്? Zero ആണ്. Chamberlain model has been illustrated in figure. In this figure, DQ is the market demand curve. DQ എന്ന് പറയുന്നതാണ് market demand curve. If firm A is first to enter the market, it will produce output OQ1 because at this level of output its marginal revenue is equal to marginal cost, that is MR is equal to MG is equal to 0. ഫസ്റ്റ് ഭാഗമൊക്കെ എന്തിന് സമാനമാണ്? നമ്മുടെ കുർനോട്ട് മോഡലിന് സമാനമാണ്. DQ എന്ന് പറയുന്ന ഔട്ട്പുട്ട്, ദെൻ ഈ ഒരു MR എന്ന് പറയുന്നതാണ് ഫസ്റ്റ് MR കർവ് എന്ന് പറയുന്നത്. ദെൻ എ എന്ന് പറയുന്ന ഫേമാണ് ആദ്യം മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യുന്നത്. MR കർവും MC കർവും ഈക്വൽ ആവുന്നത് എവിടെയാണ്? ഈ Q1 എന്ന് പറയുന്ന OQ1 ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ്. കാരണം MC എന്ന് പറയുന്നത് 0 ആണല്ലോ, കാരണം പ്രൊഡക്ഷൻ കോസ്റ്റ് ഇല്ലല്ലോ. അതുകൊണ്ട് OQ1 ഔട്ട്പുട്ട് അദ്ദേഹം OP1 പ്രൈസിലാണ് എന്ത് ചെയ്യുന്നത്? ചാർജ് ചെയ്തിരുന്നത്. Then the firm can charge price OP1 which is the monopoly price. ഈ OP1 എന്ന് പറയുന്നത് monopoly price ആണ്. കാരണം ഫസ്റ്റ് A ആണ് എൻ്റർ ചെയ്യുന്നത്. ആ എൻ്റർ ചെയ്യുന്ന സമയത്ത് firm A is the monopolist. This will maximize its profits at price OP. OP1 എന്ന് പറയുന്ന പ്രൈസിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു ഫേം അദ്ദേഹത്തിൻ്റെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുന്നുണ്ട്. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് യൂണിറ്റി. ഈ സമയത്ത് ഇലാസ്റ്റിസിറ്റി എന്താണ്? യൂണിറ്റി ആണ്. ഇതൊക്കെ എന്തിന് സമാനമാണ്? കുർനോട്ട് മോഡലിന് സമാനമാണ്. ആദ്യ സമയങ്ങളിലൊക്കെ കുർനോട്ട് മോഡലിന് സമാനമാണ്. ഫേം ബി എൻ്ററിംഗ് മാർക്കറ്റ് അറ്റ് ദിസ് സ്റ്റേജ് കൺസിഡർ ദാറ്റ് its demand curve is CQ and will thus produce Q1, Q2 so as to maximize its profit. Then ഈ സമയത്താണ് ആര് എൻ്റർ ചെയ്യുന്നത്? ഫേം ബി എൻ്റർ ചെയ്യുന്നത്. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഡിമാൻഡ് കർവ് ആയിട്ട് അദ്ദേഹം കണക്കാക്കുന്നത് CQ ആണ്. ബാക്കിയുള്ള ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് CQ ആണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് CQ ആണ്. ദെൻ MR2 ആണ് അദ്ദേഹത്തിൻ്റെ മാർജിനൽ റവന്യൂ കർവ്. ദെൻ അദ്ദേഹം എത്ര ഔട്ട്പുട്ട് ഫിക്സ് ചെയ്യും? ഈ ഒരു MR2 MC2ന് ഈക്വൽ ആവുന്ന ഈ ഒരു പോയിന്റിൽ Q1 Q2 എന്ന് പറയുന്ന ഔട്ട്പുട്ട് അദ്ദേഹം OP2 എന്ന് പറയുന്ന പ്രൈസിലാണ് എന്ത് ചെയ്യുന്നത്? വിൽപ്പന നടത്തുന്നത്. It now realized that it cannot sell OQ1 quantity at the monopoly price and thus decided to reduce the output to OQ3 which is 1/2 of the monopoly output OQ1. Then എന്ത് ചെയ്യും? നമ്മുടെ ഫേം എ അവിടെ എന്താ ചെയ്യുന്നുണ്ട്? OP1 എന്നുള്ള പ്രൈസ് ചാർജ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഫേം ബി എൻ്റർ ചെയ്തതോടുകൂടി ഫേം എയുടെ ഐഡന്റിക്കൽ പ്രോഡക്റ്റിന് ഫേം ബി എന്ത് ചെയ്യാണ്? ഫേം എയേക്കാൾ താഴ്ന്ന ഒരു വില OP2 എന്ന് പറയുന്ന വിലയാണ് ചാർജ് ചെയ്യുന്നത്. അതുകൊണ്ട് ഫേം ബിയും എന്തിന് തയ്യാറാവും? പ്രൈസ് റിഡക്ഷന് തയ്യാറാവും. അപ്പോൾ ഇതിന് ഈക്വൽ ആയിട്ടുള്ള OQ3 എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി ആയിരിക്കും പിന്നെ ആര് സെയിൽസ് നടത്തുന്നത്? നമ്മുടെ ഫേം
എ സെയിൽസ് നടത്തുന്നത് OP2 എന്ന് പറയുന്ന പ്രൈസിൽ. ഫേം ബി കനോട്ട് കണ്ടിന്യൂ ടു പ്രൊഡ്യൂസ് ക്വാണ്ടിറ്റി Q1 Q2 വിച്ച് ഈസ് സെയിം ആസ് Q3 Q1. ഈ Q3 Q1 സമാനമായിട്ടുള്ള ഒരു ഈക്വൽ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ടാണ് ആരും സെയിൽസ് നടത്തുന്നത്. Q1 Q2 ഈസ് ഈക്വൽ ടു Q1 Q3 ആണ്. അതുകൊണ്ട് OQ3 ആണ് ആര് സെയിൽസ് നടത്തുന്നത്? ഫേം എ സെയിൽസ് നടത്തുന്നത്. Q1 Q2 ആണ് ആര് സെയിൽസ് നടത്തുന്നത്? ഫേം ബി സെയിൽസ് നടത്തുന്നത്. ഈ Q1 Q2 എന്തിന് ഈക്വൽ ആണ്? Q3 Q1 ഈക്വൽ ആണ്. ദ ഇൻഡസ്ട്രിയൽ ഔട്ട്പുട്ട് ദസ് ഈസ് OQ1. അതുകൊണ്ട് തന്നെ ഈ OQ1 തന്നെയാണ് എന്ത്? ഇൻഡസ്ട്രിയൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ആൻഡ് പ്രൈസ് ഈസ് റൈസ് ടു ദി ലെവൽ OP1. അതുകൊണ്ട് തന്നെ ഇൻഡസ്ട്രിയൽ പ്രൈസിന് സമാനമായിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയൽ ഔട്ട്പുട്ട് OQ1 സമാനമായിട്ടുള്ള OP1 എന്ന പ്രൈസിലേക്ക് വീണ്ടും മാർക്കറ്റിൽ പ്രൈസ് ഇൻക്രീസ് ചെയ്യും. ദിസ് ഈസ് ആൻ ഐഡിയൽ സിറ്റുവേഷൻ ഫ്രം ദി പോയിന്റ് ഓഫ് വ്യൂ ഓഫ് ബോത്ത് ഫേംസ് ആൻഡ് ബി. ഈ ഒരു സമയത്ത് എന്താണ്? ഫേം എയും ഫേം ബിയും എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ ഇൻഡിവിജ്വൽ പ്രോഫിറ്റും ഇൻഡസ്ട്രിയൽ പ്രോഫിറ്റും മാക്സിമൈസ് ചെയ്യുന്നുണ്ട്. ഇതാണ് അവരുടെ ഒരു മാക്സിമൈസേഷൻ പ്രൈസും ഔട്ട്പുട്ടും എന്ന് പറയുന്നത്. In this case, the joint output of the two firms is monopoly output and they charge monopoly price. ഇത്തരം കേസിൽ അവരുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് മൊണോപോളി ഔട്ട്പുട്ടും അവർ ചാർജ് ചെയ്തിട്ടുള്ള പ്രൈസ് എന്ന് പറയുന്നത് മൊണോപോളി പ്രൈസുമാണ്. Thus, considering the assumption of equal cost, the market will be shared equally between ഫേം ആൻഡ് ബി. ഫേം എക്കും ഫേം ബിക്കും ഈ മാർക്കറ്റ് ഷെയർ എന്താണ്? സമാനമായിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? ഷെയർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുന്നത്. OQ3 is equal to Q3 Q1 തന്നെ. Appraisal of the model. Chamberlain's model is certainly more realistic than earlier models. Earlier modelsനേക്കാൾ more realistic ആണ് ആരുടെ മോഡൽ? നമ്മുടെ ചാമ്പർലിൻ്റെ മോഡൽ. It assumes that firms recognize interdependence and then act in a manner that monopoly solution is reached. അവരുടെ ഇന്റർഡിപെൻഡൻസിനെ അവർ റെക്കഗ്നൈസ് ചെയ്ത് ഒരു മൊണോപോളി സൊല്യൂഷനിലേക്ക് റീച്ച് ചെയ്യുന്നത് വരെ എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ ആക്ടിവിറ്റീസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. In the real world of oligopoly, there are certain difficulties in reaching this solution. റിയൽ വേൾഡിൽ ഇത് അപ്ലൈ ചെയ്യുന്നതിന് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ഇൻ ദി ആബ്സെൻസ് ഓഫ് കൊല്യൂഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഫേംസ് മസ്റ്റ് ഹാവ് എ ഗുഡ് നോളജ് ഓഫ് മാർക്കറ്റ് ഡിമാൻഡ് കർവ് വിച്ച് ഈസ് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ടു ഒബ്റ്റെയിൻ. നമ്മുടെ മാർക്കറ്റ് ഡിമാൻഡിനെ ഒബ്സർവ് ചെയ്യുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ മാർക്കറ്റ് ഡിമാൻഡിനെ കുറിച്ചുള്ള അറിവുണ്ടായിരിക്കുക എന്നുള്ളത് ഒരു ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഇൻ കേസ് ദിസ് ഇൻഫോർമേഷൻ ഈസ് ലാക്കിംഗ്, ഫേംസ് വിൽ നോട്ട് നോ ഹൗ ടു റീച്ച് മൊണോപോളി സൊല്യൂഷൻ. ഇത്തരത്തിലുള്ള ഡിമാൻഡിനെ കുറിച്ചുള്ള ഒരു നോളജ് ഇല്ലാത്തിടത്തോളം എന്ത് ചെയ്യില്ല? അവർക്കൊരു മൊണോപോളി സൊല്യൂഷനിലേക്ക് എത്താനാവില്ല. ഫർദർ ചാമ്പർലിൻ ഇഗ്നോർസ് എൻട്രി എന്ത് ചെയ്യുന്നുണ്ട്? ഇഗ്നോർ ചെയ്യുന്നുണ്ട്. ഇൻ റിയൽ പ്രാക്ടീസ് ഒലിഗോപോളിസ്റ്റിക് മാർക്കറ്റ്സ് ആർ റയർലി ക്ലോസ്ഡ്. റിയൽ പ്രാക്ടീസ് നോക്കുമ്പോൾ ഒലിഗോപോളിസ്റ്റിക് മാർക്കറ്റ് അത്ര ക്ലോസ്ഡ് അല്ല, എൻട്രി ഭയങ്കര ഡിഫിക്കൽട്ടി ഉള്ള ഒന്നല്ല എന്നുള്ളതാണ്. സോ ഇഫ് യു റെക്കഗ്നൈസ് ദി ഫാക്ട് ഓഫ് എൻട്രി, ഇറ്റ് വുഡ് നോട്ട് ബി സർട്ടൈൻ ദാറ്റ് ദി സ്റ്റേബിൾ മൊണോപോളി സൊല്യൂഷൻ വിൽ എവർ ബി റീച്ച്ഡ്. എൻട്രിക്ക് അവിടെ ഒരു ബാരിയേഴ്സും ഇല്ല എന്നുണ്ടെങ്കിൽ, ബാരിയേഴ്സ് ഓഫ് എൻട്രി എക്സിറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യില്ല? ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള മൊണോപോളി സൊല്യൂഷനിലേക്ക് റീച്ച് ചെയ്യുക എന്നുള്ളത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടാസ്കും കൂടെയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. കൂടുതൽ വീഡിയോസിനും ക്ലാസ്സസിനുമായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഡിമാൻഡും നിങ്ങളുടെ കറക്ഷൻസും സജഷൻസും ഒക്കെ മെസ്സേജ് ത്രൂ എന്നെ അറിയിക്കുക. താങ്ക് യു ഫോർ ലേണിംഗ് വൺസ് അഗൈൻ.